ജീവിക്കുന്നു, പേരൊക്കെ തുറന്നു പറയുന്നു. ഇതുപോലെ ആ ഒരു ധൈര്യം എത്ര നാളായി കാണിക്കുന്നു? അതിലെ പറഞ്ഞ 20 വർഷമായിരുന്നു. പുറത്ത് പറഞ്ഞു തന്നെയാണ്, തുറന്നു പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഓ, വളരെ വലിയ കാര്യം. അപ്പോൾ താങ്കളൊരു മാതൃകയാണ്. താങ്ക്സ് ഫോർ ജോയിനിങ്. ഓക്കെ, സന്തോഷം വിളിച്ചല്ലേ. അപ്പൊ ടീച്ചറെ, ഈ പരിപാടി എങ്ങനെയുണ്ട്? നമ്മളെ കോയാ കോളിംഗ് ഈ ലൈവില് അപാരമായിട്ടുള്ള ക്ഷമ വേണം കേട്ടോ, വളരെയധികം വേണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇടയ്ക്ക് ഇതേപോലെ ടീച്ചർ ഒഴിവുള്ളപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ ലൈവായിട്ട് ഇതേപോലെ കോയമാരെ ഞാനിങ്ങനെ എൻ്റെ മുതലക്കുളത്തിൽ ഇഷ്ടംപോലെ കോയകളുണ്ട്, ഞാനിങ്ങനെ ഇട്ടിട്ട് തരാം, ടീച്ചർ പൊരിച്ചെടുത്തോളൂ. ഓക്കെ. അപ്പോൾ ടീച്ചറെ, ഇന്നത്തെ സമയം കുറച്ചൊരു 19 മിനിറ്റ് ഞാൻ അധികം എടുത്തിട്ടുണ്ട്, മാപ്പാക്കണം. എന്തായാലും യെസ്, അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇക്കാടെ അടുത്ത് പ്രത്യേക അന്വേഷണം അറിയിക്കുക, നമുക്ക് വീണ്ടും അവിടെ കാണാം. ഓക്കെ. അപ്പോൾ താങ്ക് യു. ഞാൻ ടീച്ചർക്ക് വിട തരികയാണ്. 2 വാക്കുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രജകളോട് ഞാൻ പറയട്ടെ, എന്നിട്ട് ബാക്കി. ഓക്കെ, താങ്ക് യു ടീച്ചർ. യെസ്, താങ്ക് യു സോ മച്ച്. ബൈ. യെസ്, അപ്പോൾ നമ്മളുടെ ലൈവ് ഇവിടെ അവസാനിച്ചു. കണ്ടു കാണും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോയത് എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ സാധാരണ പറയാറുള്ള പോലെ ഈ ടി വി ചർച്ചയിലിരിക്കുമ്പോൾ സമയം ഒരു വലിയ ഇഷ്യൂ ആണ്. പിന്നെ ഈ ക്രോസ് ടോക്ക് വരാനും അതുപോലുള്ള സംഗതികളൊക്കെ പല കാര്യങ്ങളും നമുക്ക് മുഴുമിപ്പിക്കാൻ കഴിയാറില്ല, പലതും അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ തരത്തിൽ കാര്യങ്ങൾ പങ്കുവെക്കാൻ നമ്മളുടെ ഇടയിൽ ഏറ്റവും അനുയോജ്യയായ ഒരു വ്യക്തി അതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടീച്ചർ തന്നെയാണ്. അതിൽ യാതൊരു തർക്കമില്ല. കാരണം ഈ സ്ത്രീയും ഇസ്ലാമും എന്ന് പറയുന്ന ഒരു വിഷയം വരുമ്പോൾ ഞാൻ തുടക്കത്തിൽ കാണിച്ച ആ ഒരു വീഡിയോ എൻ്റെ ഒരു യാത്രയിൽ പോലും തുടക്കത്തിൽ നമുക്കൊരു കാരണമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം ആ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കുക. ഞാൻ പറ്റുമെങ്കിൽ നമ്മളുടെ ചാനലിൽ അതൊന്നുകൂടി സ്ട്രീം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പെർമിഷൻ എടുക്കണം, എന്നിട്ട് നമുക്ക് ചെയ്യാം. അതിനുള്ള വഴി നമുക്ക് ആലോചിക്കാം. നമ്മളുടെ കെട്ടുകഥക്കോയെ പിന്നെയും വിളിക്കുന്നുണ്ട്, ചുമ്മാ ഒന്ന് എടുത്തു നോക്കാം എന്താണോ പുതിയ കാര്യം. ഹലോ, കട്ടാക്കിയതാണ്. നിങ്ങൾ സമയം കുറെ എടുക്കുന്നു. കട്ടാക്കിയതല്ലേ? പിന്നെ സമയം വേണം, അല്ലാതെ സമയമില്ലാത്ത നിങ്ങൾ ഞാനൊരു ആയത്ത് ഇവിടെ ഒരു സാധനം ഇവിടെ വായിച്ചു, അത് ഖുറാനിലാണോ ഹദീസിലാണോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഖുറാനിലാണോ ഹദീസിലാണോ എന്ന് ചോദിച്ചാൽ അത് സത്യമല്ല. ഖുറാനിൽ എഴുതിയതാണോ ഹദീസിൽ എഴുതിയത്? അത് ആദ്യം പറയൂ. അത് ഖുറാനിൽ നിന്നാണോ ഞാൻ വായിച്ചത് അതോ ഹദീസിൽ നിന്നാണോ ഞാൻ വായിച്ചത്? ഇത് ഹദീസിൽ നിന്നും ഖുറാനിൽ നിന്നല്ല. നിങ്ങൾ അതിന്റെ ശരിക്കുള്ള ഹദീസും ഖുറാനൊന്നും അല്ല. നിങ്ങൾ കടന്ന് മെഴുകി സമയം കളയരുത്. എല്ലാവർക്കും സമയം വളരെയധികം വിലപ്പെട്ടതാണ്. നിങ്ങൾ ചോദിച്ചതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാം, ഇല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യും. നിങ്ങൾ പറയുന്ന ഹദീസാണ്. നിങ്ങളുടെ കയ്യിൽ ഖുറാനുണ്ടോ വീട്ടില്? വീട്ടിൽ ഖുറാൻ. ആ, ഒന്ന് എടുക്ക്, പോയെടുക്ക്. ഞാൻ വെയിറ്റ് ചെയ്തോളാം. അത് അറബി നിങ്ങൾ പോയി എടുക്ക്. നിങ്ങൾ ഖുറാൻ ഉണ്ടോ? പരിഭാഷ ഉണ്ടോ വീട്ടില്? പരിഭാഷ ഉണ്ടോ? പരിഭാഷ ഇല്ല, നമുക്ക് പരിഭാഷയുടെ ആവശ്യമില്ല. നമ്മൾ അറബിയാണ് പഠിച്ചത്. ആവശ്യമില്ലാത്ത തരം കോയാണ്. നിങ്ങൾക്ക് അറബി അറിയോ? ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് അറബി അറിയാം. അറബി നമ്മള് ഓതി പഠിച്ചാണ്. അപ്പൊ അറബിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അറബിയിൽ വായിച്ചാലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവോ? അറബിയിൽ വായിച്ച അറബി ഭാഷ എന്ന് പറയില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാ ഈ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുക? ഖുർആൻ അർത്ഥം പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാനൊരു ആയത്ത് വായിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവോ? അതായത് ഞാൻ പറയട്ടെ, ഖുർആൻ നിങ്ങൾ പറയുന്ന അർത്ഥവും നിങ്ങൾ പറയുന്ന, ഞാനൊന്നും പറയുന്നില്ല, ഞാൻ അറബി വായിക്കും. നിങ്ങൾക്ക് അർത്ഥം അറിയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നത് സത്യത്തിന് ഞാൻ അറബി വായിച്ചാൽ നിങ്ങൾക്ക് അർത്ഥം കിട്ടുമോ? ഞാനിപ്പോ ബാധിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കാര്യം ചോദിച്ചാണ്. ഞാനൊരു സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിച്ചാൽ അങ്ങനെ പോയാൽ പറ്റൂല. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയും. ആദ്യം ഒരു ചെറിയ ചോദ്യം പ്ലീസ്. നിങ്ങൾ സത്യത്തിൽ ഈ കുതിരവട്ടം പപ്പുവിന്റെ ആരെങ്കിലും ആണോ? നിങ്ങൾ കുതിരവട്ടം പപ്പുവിന്റെ ആരെങ്കിലും ആണോ? എനിക്കിപ്പോ പറയാനുള്ളത്, നിങ്ങൾ കുതിരവട്ടം പപ്പുവിന്റെ കുറിച്ചല്ല. നിങ്ങൾ ഒരു മതത്തിനെ കുറിച്ച് ഇങ്ങനെ ആക്ഷേപിക്കരുത്. അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മതത്തിനെ കുറിച്ച് നിങ്ങൾ മതം വിട്ടവരാണ്. ഒന്ന് പോടുകയോ, നിങ്ങൾ മതം വിട്ടവരല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫാത്തിഹ ഒന്ന് ഓതിയേ. നിങ്ങളെ കുറിച്ച് വല്ലതും പറയുന്നുണ്ട്. ഞങ്ങളിപ്പോ ഇതുപോലെ ഒരു യൂട്യൂബർ ഉണ്ടാക്കി ഞങ്ങൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞു നടക്കണം. നിങ്ങൾ ഫാത്തിഹ ഓത്. ഫാത്തിഹ ഞാൻ ഓതിയിട്ടുണ്ട്. ഒന്ന് ഓതിയേ, ഒന്ന് ഓത്.
ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ല നിങ്ങളും 10-20 ഇതുവരെ ഓതി പഠിച്ചതാണല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അത് നിങ്ങൾ ഓതാൻ പാടില്ല. നിർത്തൂ. അത് നിങ്ങൾ ഓതാൻ പാടില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? അന്യമതത്തെ വിമർശിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല നിങ്ങൾ പറഞ്ഞില്ലേ? അന്യമതത്തെ കളിയാക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിനൊരു നിയമമുണ്ട്. നിങ്ങളത് പറഞ്ഞില്ലേ? പിന്നെ നിങ്ങൾ എന്താ അടിസ്ഥാനത്തില ഈ പറഞ്ഞ ഈ ഫാത്തിഹയിൽ ഈ ഭാഗം നിങ്ങൾ ഓതിയത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഓതുക? അതിന്റെ അർത്ഥം എന്താ ഒന്ന് പറഞ്ഞേ. അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ പറ. നിങ്ങളല്ലേ ഓതി പഠിച്ച ആള്. നിങ്ങൾ ഓതി പഠിച്ച ആളല്ലേ? നിങ്ങൾ ഓതി പഠിച്ച ആളല്ലേ? പറയൂ. അപ്പൊ അതിന്റെ അർത്ഥം പറയൂ. സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ അർത്ഥം പറഞ്ഞിട്ട് പോയാൽ മതി. കോയ ഗൈറിൽ അലൈഹിം വലദ്ദാലീൻ അതിന്റെ അർത്ഥം പറ. ഖുർആനിൽ ആരെയും ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ അതിന്റെ അർത്ഥം പറ. അതിനർത്ഥം നിങ്ങൾ പറ. നിങ്ങളല്ലേ ഓതി പഠിച്ചാൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ അതിന്റെ അർത്ഥം പറ. എനിക്ക് അതിന്റെ അർത്ഥം അറിയത്തില്ല. ഇതിപ്പോ എവിടെ കിടക്കണം? നിങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് എന്താ പറഞ്ഞത്? മറ്റു മതത്തെ വിമർശിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് നിങ്ങളോട് ഫാത്തിഹ ഓതാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഫാത്തിഹ ഓതുകയും ചെയ്തു. ഫാത്തിഹയിൽ ഈ പറഞ്ഞ ഭാഗത്തിന്റെ അർത്ഥം നിങ്ങൾ പറയും. നിങ്ങൾ പറയേ. നിങ്ങളല്ലേ ഓടി പഠിച്ച ആള്. എന്നെക്കാളും കൂടുതൽ മതം അറിയാന്നല്ലേ നിങ്ങൾ പറഞ്ഞു. ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുള്ള സത്യത്തിന്റെ ഇതാണ് പഠിച്ചിട്ടുള്ളത്. നിങ്ങൾ അതിന്റെ അർത്ഥം പറയും. ഞാൻ പറഞ്ഞ പറയുമ്പോ അതല്ല അതിന്റെ അർത്ഥം എന്ന് പറയും. അതുകൊണ്ട് ഞാൻ അർത്ഥം പറയില്ല. ഇല്ല ഞാൻ പറയൂല. ഞാൻ ഏത് അർത്ഥം പറഞ്ഞാലും നിങ്ങൾ പറയും അത് ഞാൻ ഉണ്ടാക്കി. അങ്ങനെ ആയിക്കോട്ടെ, സമ്മതിച്ചു. അപ്പൊ നിങ്ങൾ പറയും. ഞാൻ ചോദിക്കുന്ന അതൊന്നുമല്ല. നിങ്ങൾ പറയും അതിന്റെ അർത്ഥം പറയും. നിങ്ങൾ വേറെ വിഷയം അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോയാൽ അതിന്റെ അർത്ഥം നിങ്ങൾ പറ. നിങ്ങൾ പറയേ. അതിന്റെ അർത്ഥം പറയാദ്യം പറയേ. നിങ്ങൾ അർത്ഥം പറഞ്ഞിട്ട് പോയാൽ അപ്പുറത്ത് മാര്യത്തിൽ അതില് കൊല്ലാനോ അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളെ അധിക്ഷേപിക്കാനൊന്നും പറയുന്നില്ല. ഇവിടെ നിങ്ങളുടെ അടുത്ത് മാര്യത്തിൽ നിൽക്കുന്നില്ലേ? ചോദിച്ചിട്ട് പറ. ഒരു ക്രിസ്ത്യാനിയോ ഒരു മുസ്ലിമോ ഒരു ഹിന്ദുവോ ഒരു മതത്തിനെയും കൊല്ലാൻ പറയുന്നില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി നിങ്ങൾ പറയൂ. നിങ്ങൾ ചോദിച്ചതിന്റെ ബാക്കി ആദ്യം തീർത്തിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം. നിങ്ങളുടെ ചോദ്യം കേൾക്കട്ടെ. അതിന്റെ ബാക്കി ആദ്യം പറഞ്ഞിട്ട് നമ്മൾ പോയാൽ മതി. നിങ്ങൾ ആദ്യം ഇത് പറയൂ. നിങ്ങൾ പറഞ്ഞു നമ്മളോട് വേറെ മതമൊന്നും വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ. മതം നമ്മൾ എന്തിനായി വിമർശിക്കണ? കളിയാക്കാൻ പാടില്ല നിങ്ങൾ പറഞ്ഞോ. ഖുർആൻ ഒരു മതത്തിനും കളിയാക്കാൻ പാടില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ഈ ഫാത്തിഹ എന്ത് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഓതാൻ കഴിയും? കാരണം ഫാത്തിഹയിൽ കിടക്കുന്നത് അന്യമത നിന്ദയാണ്. അന്യമത നിന്ദയില്ല. അപ്പൊ നിങ്ങൾ ഇതിന്റെ അർത്ഥം പറയും. അവന്റെ മതമാണ് നല്ലത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതമാണ് നല്ലത്. മെഴുകൾ അവിടെ നിർത്തൂ പ്രിയപ്പെട്ട പപ്പു കോയ, പ്ലീസ്. പപ്പു നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ പപ്പുവിന്റെ ആരെങ്കിലും? ഈ വിളിയാണ് കുഴപ്പം. നിങ്ങൾ പപ്പുവിന്റെ ആരെങ്കിലും? വേറൊരു കാര്യം, നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ വളരെയധികം നൊസ്റ്റാൾജിയ വരുന്നു. പപ്പുവിനെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവറിങ് മെയ്ദീനെ അതാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾക്കത് തോന്നും. എന്തായാലും അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഏതായാലും ഉത്തരം പറയാൻ പോകുന്നില്ല. നിങ്ങൾ പോയിട്ട് മദ്രസയിൽ ചേർന്നിട്ട് പഠിക്കുക. അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് മാര്യത്തിൽ ഉണ്ടല്ലോ, മാര്യത്തിൽ ചോദിച്ചിട്ട് പഠിക്കുക. ഇനി ചോദിക്കണം. നിങ്ങളുടെ സമയം കഴിഞ്ഞു. ഇനി അതും കൂടി വേണം. പറഞ്ഞുതരാം. ജോസഫ് മാസ്റ്റർ കൈവെട്ടി കാര്യം പറയുന്നുണ്ടല്ലോ. ഇവിടെ മുസ്ലിങ്ങള് ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കി. അത് മുഹമ്മദ് നബിയെ കുറിച്ചൊരു ചോദ്യപേപ്പർ തയ്യാറാക്കി. അതിന്റെ പേരിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ 3-4 പേരുകൂടി അയാളെ കൈപറ്റി. അത് തെറ്റ് തന്നെയാണ്. അതിന് മതവുമായിട്ട് ബന്ധമില്ല. അത് വ്യക്തിപരമാണ്. അത് വ്യക്തിപരമാണ്. പിന്നെ വ്യക്തിപരമല്ല. 5:33 നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 5:33 നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ജോസഫ് 5:33 നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 5:33 നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
നിങ്ങൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്ന 5:33 നിങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടോ ഇല്ലേ? പറയുന്നത് ഇതായിട്ട് 5:33 നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ? 5:33, 6:33 ഒക്കെ അവിടെ നിൽക്കട്ടെ. അത് നിൽക്കാൻ പറ്റൂലല്ലോ. അത് വ്യക്തിപരമാണെന്ന് പറഞ്ഞ് മെഴുകി അങ്ങ് പോകാൻ നമ്മൾ സമ്മതിക്കില്ല. നിങ്ങൾ പറയുന്നത് അതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് 5:33 നിങ്ങൾ ഖുർആൻ എടുക്ക്, ഖുർആൻ എടുത്ത് വായിക്കേ. ആരും മുസ്ലിങ്ങളല്ല ഭായി, അത് മുസ്ലിങ്ങളാണ്, അത് ഇസ്ലാമിന്റെ നിയമമാണ്. എടുത്ത് വായിക്കേ. മുസ്ലിം നാമധാരികളായതുകൊണ്ട് മുസ്ലിം ആവുന്നില്ല. അപ്പൊ നിങ്ങൾ മുസ്ലിമാണോ? നിങ്ങൾ മുസ്ലിമാണോ? ഞാൻ മുസ്ലിം. നിങ്ങളുടെ പേര് നൗഫൽ എന്നല്ലേ? എന്താ മുഹമ്മദ് നൗഫലോ? എന്താ മുഴുവൻ പേര്? നൗഫൽ. ഞാൻ മുഹമ്മദ് നൗഫലാണ്. മുഹമ്മദ് നൗഫൽ. നിങ്ങൾ മുസ്ലിമാണോ? ഞാൻ മുസ്ലിമാണ്. എന്താ തെളിവ്? എന്താ തെളിവ്? ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മയും ഉപ്പയും മുസ്ലിമാണ്. അതന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇസ്ലാമാണോ അല്ലേ? നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ? ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു സാധനം ഇസ്ലാമിലെ നിയമം നടപ്പിലാക്കിയാൽ അത് ഇസ്ലാമിന്റെ നിയമമാവോ ഇല്ലേ? നിങ്ങൾ ഇസ്ലാമിൽ ഒരു നിയമം നടപ്പിലാക്കിയാൽ ഖലീഫയായി എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്നിട്ട് ഇസ്ലാമിൽ ഒരു നിയമം നടപ്പിലാക്കുകയാണെന്ന് വിചാരിക്കുക. അത് ഇസ്ലാമിക നിയമം തന്നെയല്ലേ എപ്പോഴും? അല്ലേ? ഈ 5:33 സാധനമല്ലേ ഇവിടെ ആ പറയുന്ന ആളുകൾ ചെയ്തത്? ഞാൻ ഒരു വാക്യം വായിക്കാം. അത് ഹദീസിലാണോ ഖുറാനിലാണോ നിങ്ങൾ പറയാം. അള്ളാഹുവോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കേൾക്കൂ. എല്ലാ മതത്തിലും അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ തൽക്കാലം ജോസഫ് മാഷിന്റെ കൈവെട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോകാം. നിങ്ങൾ അവിടെ നിൽക്കൂ. പോലെ നിങ്ങൾ പറയണ ഇടയ്ക്ക് കയറാൻ പറ്റില്ല. ഓക്കെ, ഇടയ്ക്ക് കയറാൻ പറ്റില്ല. ഇത് വായിക്കുന്നത് മുഴുവൻ നിങ്ങൾ കേൾക്കുക. ഓക്കെ, ഇത് ഖുറാനിലാണോ ഹദീസിലാണോ എന്ന് ആദ്യം പറയാം. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ പറയും, ഇല്ലെങ്കിൽ മാരിയത്തിൽ കിബിത്തിയാരുടെ അടുത്ത് ചോദിച്ചിട്ട് പറയാം. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നെടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർ വശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. ഇതിലെ ഈ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടിക്കളയുക എന്ന് ഇതിനകത്ത് എഴുതിയ സാധനമാണ് ജോസഫ് മാഷിന്റെ മേത്ത് നടത്തിയത്. ഇത് ഖുറാനിലാണോ ഹദീസിലാണോ? പറയും. ഖുറാനിലാണോ ഹദീസിലാണോ? ഈ ഖുറാനും ഹദീസൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് അറിയുന്ന ഖുറാനും ഹദീസ് ഒന്ന് പറഞ്ഞു തന്നട്ടെ. ഞങ്ങള് പറയുന്ന ഖുർആനിലെ ഹദീസിൽ ഒരു മതത്തിനെയും നമ്മൾ വിശ്വസിച്ചില്ല നിന്ദിക്കരുതെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അത് ഏതാ കിതാബ് ഒന്ന് പറഞ്ഞുതരൂ. അറിയോ? ഏതാ കിതാബ്? അത് ഞാൻ പഠിക്കുന്ന ഖുർആനിലുണ്ട്. അത് ഏത് ഖുറാനിലെ ഏത് ഭാഗത്താ പറഞ്ഞിരിക്കണെന്ന് പറയും. ഖുറാനിലുണ്ട്. ഏത് ഭാഗത്താണ് പഠിച്ചിരിക്കുന്നത് അങ്ങനെയൊന്നും പറയാൻ നമുക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയണല്ലോ. അപ്പൊ പിന്നെ അത് അറിഞ്ഞിട്ട് പറയുന്നത് നമ്മളെ വന്നിട്ട് തിരുത്താൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ടാണ് പറയുന്നത്. എന്നാ എവിടെയാന്ന് പറ. ഒരു അന്യന്റെ മയ്യത്ത് കൊണ്ടുവരുന്ന കണ്ടിട്ട് എണീറ്റ് നിന്ന് ബഹുമാനിച്ച ആളാണ് ഞങ്ങൾ നബി അങ്ങനെ ചെയ്തത് അറിയാതെ ചെയ്തു പോയതാണ്. അത് ജൂതനല്ല എന്ന് അറിഞ്ഞപ്പോ എന്നാ ഇനി മേലാൽ എഴുന്നേറ്റ് പോകരുതെന്ന് പറഞ്ഞു. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു മതത്തിനെയും നിന്ദിക്കാൻ അല്ലാതെ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, മറ്റു മതങ്ങളെ നിന്ദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാബയുടെ മുകളിലേക്ക് തീട്ടം വലിച്ചെറിയിപ്പിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? ഒരു മുസ്ലിം മറ്റു മതങ്ങളെ നിന്ദിച്ചിട്ടുണ്ട്. കാബ പിടിച്ചെടുക്കുന്ന സമയത്ത് കേൾക്കൂ ഞാൻ പറയണമെന്നല്ല, ഇതൊക്കെ ഹദീസിലുള്ള കാര്യം, ചരിത്രത്തിലുള്ള കാര്യം. കാബ പിടിച്ചെടുക്കുന്ന കേൾക്കൂ. ഓക്കെ, കാബ പിടിച്ചെടുക്കുന്ന സമയത്ത് കേൾക്കൂ മിസ്റ്റർ കോയ. കാബ പിടിച്ചെടുക്കുന്ന സമയത്ത് അവിടെ നബി കൈകൊണ്ട് തല്ലിപ്പൊട്ടിച്ച വിഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് പറയൂ. ഓപ്ഷൻ വേണമെങ്കിൽ പറയാം. 72, 32, 360, 4. എത്ര എണ്ണമെന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഗ്രഹങ്ങൾ പൊട്ടിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. ഹദീസ് ഉണ്ടല്ലോ, നമുക്ക് ഹദീസ് ഇവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. വിഗ്രഹങ്ങൾ അറിഞ്ഞുകൊടുത്ത ആരാന്നറിയോ? ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബി അത് വേറെ കഥയുണ്ട്. അത് ഓർമ്മിപ്പിച്ചതിന് നിങ്ങൾക്ക് പ്രത്യേക ഹൂറി പരാമർശമുണ്ട്. പോട്ടെ, മുഹമ്മദ് നബി തള്ളിപ്പൊട്ടിച്ച വിഗ്രഹങ്ങൾ എണ്ണ എത്ര എന്ന് പറ. നമുക്കറിയില്ല. നമ്മള് ഞാൻ അതിന്റെ വാക്യം ഞാൻ ഇവിടെ ഞങ്ങളുടെ നബി എന്ന് പറഞ്ഞാൽ എല്ലാ ഇതിലും ഇതാണ്.
ഒരു ആൾക്കും ശത്രുക്കൾക്ക് പോലും ഒരു തിന്മ പറയാൻ പറ്റാത്ത നബിയാണ് ഞങ്ങൾ. അങ്ങനെയുള്ള നബി. നിങ്ങൾ പറയുന്ന ഹദീസല്ലേ പോയി, നിങ്ങൾ പറയുന്ന ഹദീസല്ലേ, ആ ഹദീസ് ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് കഴിച്ചിട്ട് കല്യാണക്കുറി നിങ്ങൾ പറയുന്ന കള്ള ഹദീസാണ്. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ജബ്ബാർ മാഷ് എഴുതി തരുന്ന ഹദീസല്ലേ, ജബ്ബാർ മാഷോ രവിചന്ദ്രൻ എഴുതി തരുന്ന ഹദീസാണ്. അത് ഞങ്ങൾക്ക് കേൾക്കണ്ട. ഒരു കള്ള ഹദീസ് നമുക്ക് ഞങ്ങൾക്ക് സത്യ ഹദീസ് ഉണ്ട്. സ്വതന്ത്ര ചിന്തകനായ ബുഖാരി എഴുതിയ ഹദീസാണ് കേട്ടോ. അതെ, ഇവിടെ കാണാം. The prophet entered Mecca and there were 360 idols. അതായത് മുഹമ്മദ് നബി മക്കയിൽ പ്രവേശിച്ചു. മക്ക വിജയത്തിന്റെ സമയത്ത് അവിടെ 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു കഅബയിൽ, around the Kaaba. He started stabbing the idols with a stick. എന്നിട്ട് മുഹമ്മദ് നബി എന്ത് ചെയ്തു? കയ്യിലുണ്ടായിരുന്ന വടിയെടുത്ത് അതിനെ തല്ലാൻ തുടങ്ങി, പൊട്ടിക്കാൻ തുടങ്ങി. ഹി ഹാഡ് ഇൻ ഹിസ് ഹാൻഡ് ആൻഡ് റിസൈഡിങ് ട്രൂത്ത് ഹാസ് കം ആൻഡ് ഫോൾസ്ഹുഡ് ഹാസ് വാനിഷ്ഡ് എന്ന് പറഞ്ഞ് തല്ല്. ഇതാണ് അവിടെ ചെയ്തത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ഹദീസിൽ കാണാം. എന്നിട്ട് ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞു തല്ലി പൊട്ടിക്കണട എന്ന് പറഞ്ഞു. ഇതാണ് ഇസ്ലാമിലെ കഥ. കെട്ടുകഥക്കോയ്ക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ കെട്ടുകഥക്കോയ പാർട്ട് 2 റീലോഡ്, അതിൽ നമ്മൾ ഇതെല്ലാം വീണ്ടും ഒറ്റ കാര്യം കൂടെ പറഞ്ഞോളൂ. ഇപ്പം ഈ ജോസഫ്മാരുടെ കൈവിട്ടിയല്ലോ. അപ്പൊ അത് ഇപ്പൊ ഒരു മുസ്ലിമാണ് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയെന്നിരിക്കട്ടെ, ഈ ക്രിസ്ത്യാനിയോട് ഇത് തന്നെ ചെയ്യും? ഇല്ല, ചെയ്യും. അതെന്താ ചെയ്യാൻ നിങ്ങൾ പറയുന്നില്ല? നിങ്ങൾ പറഞ്ഞു നോക്ക്. നിങ്ങളൊരു ക്രിസ്ത്യാനിയെ ഒരു അൽഫോൻസാമനെ കുറിച്ച് ഒരു അച്ഛനെ കുറിച്ചോ ഏതെങ്കിലും ഒരു ബൈബിളിനെ കുറിച്ചോ നിങ്ങളൊന്ന് വേണ്ടാതീനം പറഞ്ഞു. നിങ്ങളൊന്ന് പറഞ്ഞു നിങ്ങളെ തല വിട്ടോന്ന് നമുക്കൊന്ന് കാണാലോ. നിങ്ങളൊന്ന് പറയും. യേശുക്രിസ്തുവിനെ രണ്ടെണ്ണം പേടിയുണ്ടോ? ഞാൻ ഇപ്പൊ ഞങ്ങളുടെ ഈ ഈരാറ്റുപേട്ട എന്ന് പറയുന്നിടത്ത് തീക്കോയി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഞാൻ അവിടെ പോയിട്ട് ഒരു ഭിത്തിയിൽ എഴുതി വെക്കില്ല അവരുടെ മതത്തിനെ കുറിച്ചുള്ള. അടി കിട്ടും. അപ്പം വേറെ കാര്യങ്ങളെ. അപ്പൊ അത്രയും ഒരു ബുദ്ധിയും ഇല്ലാതെ എനിക്ക് ആ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഈ ഇത്രയും ബുദ്ധിയുള്ള പ്രൊഫസർക്ക്, ഒരു കോളേജ് അധ്യാപകനാണല്ലോ പുള്ളി, ആ പുള്ളി എന്തുകൊണ്ട് ഇത്ര ഈ ലോകത്ത് കോടാനകോടി വിഷയങ്ങളുള്ള ഉള്ളപ്പം ഈ മുഹമ്മദിനെ തെരഞ്ഞെടുത്തിട്ടില്ലല്ലോ അവിടെ. മുഹമ്മദിന്റെ അതൊരു പുസ്തകത്തിലുള്ള സാധനം. എന്തുകൊണ്ട് ഇനി പറയാം, പോട്ടെ, മൂപ്പരെന്താ തെരഞ്ഞെടുത്തുള്ളത് പോട്ടെ. പക്ഷെ എന്തുകൊണ്ട് കൈവെട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൈവെട്ടിയ ആളുകളൊക്കെ നിങ്ങളെ മാതിരിയായിരുന്നു, വന്ന ബുദ്ധികളായിരുന്നു. ഓക്കെ, അപ്പൊ ശരി, കോയച്ചല് ഓക്കെ, ഗുഡ് നൈറ്റ്. ഓ, തീരൂല. അപ്പൊ ഇതാണ് കഥ. അപ്പൊ എഡിറ്റർ ബ്രോ, നമുക്കുള്ള പണിയായി. ഓക്കെ, കട്ട് ചെയ്തിട്ടോളൂ. നമുക്കുള്ള കോണ്ടന്റ്, നമ്മുടെ കോടതി ചെലവ് ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. ഓക്കെ, എത്ര കോയമാർ വിളിക്കുന്നോ അത്രയും കണ്ട് എൻ്റെ കോടതി ചെലവാണ് ഞാൻ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ എന്നെക്കൊണ്ട് സ്പെൻഡ്, എൻ്റെ ഒരു ഫോണാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു ഐഫോൺ കൊടുക്കേണ്ടി വന്നു അവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മളിവിടെ തിരിച്ചു പിടിച്ചിരിക്കും, ഡോണ്ട് വെറി. അപ്പോൾ ഇതാണ് കഥ. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു. മൂപ്പര് പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ഇനി നമ്മൾ എടുക്കണ്ടല്ലോ, നിങ്ങൾ പറയും. എനിക്ക് വയ്യ, വിശക്കുണ്ട്, പള്ള തള്ളയ്ക്ക് വിളിക്കേണ്ട, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അവസാനം ഒരു ഭീഷണിയല്ലേ ഉണ്ടായത്? അതെ, ഭീഷണി തന്നെയാണ് ഉണ്ടായത്. പുള്ളിക്ക് എന്താ വെച്ചാൽ ക്രിസ്ത്യാനികൾ വാളെടുക്കുന്നില്ല, അതാണ് പുള്ളിയുടെ പ്രശ്നം. അവരും കൂടി വാളെടുത്തിട്ട് വേണം അതേ കണ്ടില്ല അവരും വാളെടുക്കുന്നു എന്ന് പറയാൻ. അത് നടക്കില്ല. ഇതാണ് കഥ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പ്രിയപ്പെട്ട നൗഫൽ അറിയാൻ വേണ്ടിയിട്ട് പറയും. മുഹമ്മദ് നൗഫൽ എന്നല്ല പേര് പറഞ്ഞത്. അതെ, അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, നിങ്ങൾ ചിന്തിക്കുന്ന മാതിരി അല്ല ഇവിടെയുള്ള ഭൂരിപക്ഷം മുസ്ലിങ്ങളും ചിന്തിക്കുന്നത്. അവർ ഇസ്ലാം പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു വാക്യം വായിച്ചു കഴിഞ്ഞാൽ അത് ഹദീസുകളാണോ ഖുറാനിലാണോ എന്ന് പോലും തിരിച്ചറിയാത്ത നമ്മളുടെ എഡിറ്റർ ബ്രോട്ട് ആ ടൈറ്റിലാണ് എനിക്ക് ഓർമ്മ. ചുക്കും ചുണ്ണാമ്പും തിരിച്ചറിയാത്ത ആളാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി വരുന്നത്. ഏതെങ്കിലും സുഹിരിയോ വല്ല ഹൈത്തമിയോ അല്ല അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇവിടെ കറങ്ങി നടപ്പുണ്ടെങ്കിൽ ഒന്ന് വന്ന് ഇസ്ലാമിനൊന്ന് രക്ഷിച്ചു കൊടുക്കുക എൻ്റെ പൊന്നണ്ണന്മാരെ. ഇതേപോലെയുള്ള പാവം പിടിച്ച ആളുകളെ ഒന്നും പിടിച്ചു വിട്ടിട്ട് ഇതേപോലെ ഉള്ള ഊക്ക് മുഴുവൻ ഇസ്ലാമിന് വാങ്ങിച്ചു കൊടുക്കുന്ന അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഇത് കുറച്ച് കാലം കൂടിയൊക്കെ തള്ളി നീക്കിയൊക്കെ
പോകണം എന്ന ഒരാഗ്രഹം എനിക്കുണ്ട്. കാരണം കോടതി ചിലവ് കുറേ ഉള്ളതാണ്, തിരിച്ചു പിടിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമ്മളെ ബിരിയാണി തീറ്റ മുറ്റിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ തീരൂല. അപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പരമാവധി നമ്മളുടെ ഈ ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങളുടെ ഭാഗമാകാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് ആദ്യവും അവസാനവും പറയാനുള്ളത്. ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇനി ഉറങ്ങേണ്ട സമയമാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.